രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു രാമനും രാവണനും. ഒരാൾ ഏറ്റവും മര്യാദാപുരുഷോത്തമനായിട്ടുള്ള ആൾ, മറ്റൊരാൾ എല്ലാ തരത്തിലുള്ള മോശം സ്വഭാവങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ. രണ്ടുപേരും വീരന്മാരായിരുന്നു, രണ്ടുപേർക്കും വലിയ ചൈതന്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാമ്യതകളും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ രാമരാവണന്മാർ തമ്മിലുണ്ട്. പക്ഷെ അവർ തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സാമ്യമുണ്ട്. രാമനും രാവണനും ഈ കാര്യത്തിൽ ഒരു ഏറ്റവും തുല്യതയിൽ നിൽക്കുന്ന രണ്ട് ശക്തികളാണ് എന്ന് പറയാൻ സാധിക്കും. അത് മറ്റൊന്നിനും തന്നെയല്ല, ശിവഭക്തിയുടെ കാര്യത്തിലായിരുന്നു. മഹാദേവന്റെ വലിയ ഭക്തനായിരുന്നു രാവണൻ. എല്ലാവർക്കും അറിയാം, അദ്ദേഹം കൈലാസം എടുത്ത് പൊക്കിയ കഥ, ചന്ദ്രഹാസം അദ്ദേഹത്തിന് കിട്ടിയ കഥ, അദ്ദേഹം ഭഗവാന്റെ ശിവതാണ്ഡവ സ്തോത്രം എഴുതിയ കഥ, ഇതൊക്കെ വളരെ വിശേഷമാണ്. രാവണന്റെ ശിവപൂജ അതിഗംഭീരമായിരുന്നു എന്നാണ് കേൾക്കാറുള്ളത്. എന്നാൽ അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയും മഹാദേവനെ വളരെയധികം ആരാധിച്ചിരുന്ന ഒരാളായിരുന്നു. രാവണനെ വധിച്ച പാപം, ബ്രഹ്മഹത്യ, അത് മാറാനായി ഭഗവാൻ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് രാമേശ്വരം എന്നാണ്. രാമേശ്വരത്തിരിക്കുന്നത് സാക്ഷാൽ മഹാദേവനാണ്. അപ്പോൾ രാവണനായിക്കോട്ടെ രാമനായിക്കോട്ടെ രണ്ടുപേർക്കും മഹാദേവനോട് വലിയ പ്രേമമായിരുന്നു, ഭക്തിയായിരുന്നു. രണ്ട് തലത്തിലായിരുന്നു ആ ഭക്തി എന്ന് മാത്രം. രാമൻ മഹാദേവനെ ഉപാസിച്ചത് സ്നേഹത്തോടെ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ എന്ന ഭാവത്തിലായിരുന്നു. എന്നാൽ രാവണൻ മഹാദേവനെ ഉപാസിച്ചത് തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ രണ്ടിലും ശ്രദ്ധ ഭഗവാനിലായിരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും രാവണൻ്റെയും സ്വാമിയായിട്ടുള്ള മഹാദേവനെ സാഷ്ടാംഗം നമുക്ക് നമസ്കരിക്കാം. നമ്മളിലും മഹാദേവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. അവർക്കായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.